സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2500 അടി ഉയരത്തിൽ വാഗമണിൽ സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറയുടെ വിശേഷങ്ങളിലേക്കാണ് സ്പോട്ട് ട്രാക്കർ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വാഗമൺ മെഡോസിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തങ്ങൾപ്പാറയിലേക്ക് എത്തിച്ചേരാം. നൂറുകണക്കിന് സഞ്ചാരികൾ ദിവസവും എത്തിച്ചേരുന്ന വാഗമണ്ണിൽ ഇപ്പോഴും അധികം ആളുകൾ സന്ദർശിക്കാത്ത ഒരിടമാണ് തങ്ങൾപ്പാറ. ഷൈഖ് ഫരീദുദ്ദീൻ എന്ന സൂഫി വര്യൻ്റെ മഖാം സ്ഥിതി ചെയ്യുന്ന തങ്ങൾപ്പാറ ഒരു ഇസ്ലാമിക് തീർത്ഥാടന കേന്ദ്രവും ഒപ്പം തന്നെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവർ പാലിക്കേണ്ട ചില മര്യാദകൾ മഖാം ജീവനക്കാർ തന്നെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ്. ഏത് മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തങ്ങൾപ്പാറ സന്ദർശിക്കാം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഫീസ് ഈടാക്കുന്നുണ്ട്. പക്ഷേ സന്ദർശനത്തിനായി ഇപ്പോൾ ഫീസ് ഇവിടെ ഇല്ല. ബേസ് പോയിന്റിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ പാറപ്പുറത്തു കൂടി സഞ്ചരിച്ചാൽ തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പാറകളിൽ മുകളിലേക്ക് കയറുന്നതിനുള്ള വഴി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അധികം സഞ്ചാരികളില്ലാത്ത സമയമാണെങ്കിൽ ഈ അടയാളം നോക്കി മാത്രം മുകളിലേക്ക് കയറുന്നതാണ് നല്ലത്. രാവിലെയും വൈകുന്നേരവുമാണ് സന്ദർശിക്കാൻ പറ്റിയ സമയം. ഉച്ച സമയത്ത് നല്ല വെയിലായിരിക്കും. നല്ല കാറ്റുള്ളതിനാൽ കുട ചൂടാൻ സാധിക്കുകയില്ല. തണുത്ത കാറ്റായതിനാൽ ക്ഷീണം തോന്നുകയുമില്ല. മൂന്ന് പ്രധാന പാറകളാണ് ഇവിടെ ഉള്ളത്. കയറ്റത്തേക്കാൾ പാറയിലൂടെയുള്ള ഇറക്കമാണ് കൂടുതൽ പ്രയാസം. പാറകൾ കയറി മുന്നോട്ട് പോകുമ്പോൾ ചുറ്റിനും കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മനോഹാരിതയാണ് വാഗമൺ കുന്നുകൾക്കുള്ളത്. ഏതു നിമിഷവും കാഴ്ചയെ മറയ്ക്കുന്ന കോടയിറങ്ങുന്ന സ്ഥലമായതിനാൽ കുട്ടികളുമായി വരുന്നവർ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. മോഹൻലാൽ അഭിനയിച്ച ഒപ്പം, പൃഥ്വിരാജ് അഭിനയിച്ച ഊഴം എന്ന ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങൾ തുടങ്ങിയവ ചിത്രീകരിച്ചത് തങ്ങൾപ്പാറ വ്യൂ പോയിന്റിലും പരിസര പ്രദേശങ്ങളിലുമാണ്.
AD 1123 പാകിസ്ഥാനിലെ മുൾട്ടാനിൽ ജനിച്ച ഫരീദുദ്ദീൻ ഇസ്ലാം മത സന്ദേശവുമായി AD 1240 കേരളത്തിലെത്തുകയും പ്രാർത്ഥനയ്ക്കായി ഇവിടെ സമയം ചെലവഴിച്ചു എന്നുമാണ് വിശ്വാസം. ഫരീദ് എന്നാൽ ഏകനായി ധ്യാനത്തിലിരിക്കുന്ന ആൾ എന്നും മഖാം എന്നാൽ ധ്യാനസ്ഥലം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഈ കാണുന്ന വൃത്താകൃതിയിലുള്ള പാറയാണ് തങ്ങൾപ്പാറ. ഇവിടെയാണ് ഷൈഖ് ഫരീദുദ്ദീൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ധ്യാനത്തിലിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്പോട്ട് ട്രാക്കറിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യൂ.